ഇത് അവസാനത്തെ മരണത്തിൽ കിട്ടുന്ന പിടിവലിയ. അതുമില്ല എന്ന് ബോധ്യായി. അപ്പൊ അവസാനം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്ന സലാം റസൂലുള്ളാഹിനോട് സഹായം തേടലാണ്. അപ്പൊ 4 ഇമാമിയങ്ങളും അങ്ങനെ ചൊല്ലുന്നില്ലേ എന്ന് പേരോടെ പറഞ്ഞു തരാം. 4 ഇമാമിയങ്ങൾ മാത്രമല്ല എങ്കിൽ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും എന്തിനാ നിങ്ങൾ 4 ഇമാമിയങ്ങളുടെ പേരിൽ മാത്രം ഒതുക്കിയത്? അതാ ബുദ്ധിയും ബോധവും വിവേകവുമുള്ള സർവ്വ മുസ്ലിം പുരുഷന്മാരും സർവ്വ മുസ്ലിം സ്ത്രീകളും അതാ പറയുന്നില്ലേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഇവരൊക്കെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടുകയാണോ? നിങ്ങൾ എങ്ങനെയാ അത് ഒപ്പിക്കാൻ നോക്കിയത്? നമ്മൾ റസൂലുള്ളാഹിക്ക് സലാം പറയാണല്ലോ. അപ്പൊ റസൂലുള്ളാഹിക്ക് സലാം പറയുമ്പോ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ആരോട് സലാം പറഞ്ഞാലും ഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങളിലേക്ക് സലാം കൊണ്ട് അഭിവാദ്യം നൽകപ്പെട്ടാൽ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ നിലയ്ക്ക് സലാം അഭിവാദ്യത്തിന് മറു അഭിവാദ്യം നടത്തണേ. ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അയാളുടെ വ്യാഖ്യാനം പോകുന്നത് കേട്ടോ. അപ്പൊ റസൂലുള്ളാഹിനോട് നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ അള്ളാഹിന്റെ റസൂൽ അത് മടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹി അത് മടക്കണം എന്ന സഹായത്തേട്ടമാണ്. ആ സഹായത്തേട്ടമാണ് നമ്മൾ അതിലൂടെ തേടുന്നത് എന്നും. ഇത്ര ഗതികെട്ട് പോയല്ലോ. ചോദിക്കട്ടെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നത് അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കലാണെങ്കിൽ നബിയും ഇത് തന്നെ പറഞ്ഞിട്ടില്ലേ? ചോദ്യം 1. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമസ്കരിച്ചപ്പോ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഓ മുസ്ലിയാരെ, റസൂലുള്ളാഹിനോട് തന്നെ ഇസ്തിഗാസ നടത്തിയോ? അള്ളാന്റെ റസൂലുള്ളാഹിനെ തന്നെ വിളിച്ച് തേടിയതാണോ? തീർന്നില്ലല്ലോ. അള്ളാന്റെ റസൂലിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന സഹാബത്തും ദൂരദേശത്ത് വെച്ച് നിസ്കരിക്കുന്ന സഹാബിമാരുമൊക്കെ അന്നും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞില്ലേ? അവരും റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയതാണോ? റസൂൽ അവരെ സഹായിച്ചിട്ടുണ്ടോ? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമാണോ നമ്മൾ സലാം പറയാറ്? അതാ ഖബർസ്ഥാനിലേക്ക് ചെന്നാൽ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൽ സുന്നത്തായ ഖബർ സിയാറത്തില്ലേ? ആ ഖബറാളികൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മഖ്ബറയുടെ സമീപത്തേക്ക് അതാ പള്ളിക്കാട്ടിലായാലും പ്രത്യേകം തയ്യാറാക്കപ്പെട്ട മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും അതാ നൂറുകണക്കിന് ആളുകളെ ഖബറടക്കിയിട്ടുള്ള ഖബർസ്ഥാനിലേക്ക് മുസ്ലിമേ നമ്മൾ ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നില്ലേ? അതൊക്കെ അവരെ വിളിച്ച് സഹായം ചോദിക്കുകയാണല്ലേ? നിങ്ങളുടെ വിശ്വാസപ്രകാരം അവരും കേൾക്കുന്നുണ്ടല്ലോ, അവരും അലൈക്കുമുസ്സലാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അവരോടും സഹായത്തേട്ടമാണല്ലേ? പേരോടെ നിങ്ങളിങ്ങനെയല്ല ഈ രൂപത്തിലുള്ള മക്ബറകളിലേക്ക് അതാ ബാപ്പയുടെ ഖബർസ്ഥാനിലാണെങ്കിലും ആരുടെ ഖബർസ്ഥാനിലാണെങ്കിലും പോയിട്ട് അതാ അസ്സലാമു അലൈക്കും പറയുമ്പോ അവരെയൊക്കെ വിളിച്ച് തേടുകയാണല്ലേ? ഇസ്തിഗാസ നടത്തുന്നുവല്ലേ? അവരെയൊക്കെ വിളിച്ച് സഹായം ചോദിക്കുന്നുവല്ലേ? തെളിവില്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനത്തിലേക്ക് പോകലല്ലാതെ നിങ്ങൾക്ക് യാതൊരു നിർവാഹവുമില്ല. മാത്രമല്ല നിങ്ങളോട് ചോദിക്കട്ടെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയൽ നിർബന്ധല്ലേ? അപ്പൊ നിങ്ങളുടെ വ്യാഖ്യാന പ്രകാരം റസൂലുള്ളാഹിനോട് അതാ സഹായം തേടൽ നിർബന്ധമാണെന്നല്ലോ വരിക. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇസ്തിഗാസ നിർബന്ധം എന്ന് പറയാതെ അതൊരു ജായിസാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാണ്? വേണ്ടവര് ചെയ്താ മതി എന്നാണല്ലോ പറയുന്നത്. ഉദാഹരണവും പറയാറില്ലേ, അള്ളാഹു അല്ലാത്തവരോട് തേടുമ്പോ അത് ബെൻസ് കാറിൽ പോകാൻ എത്തുന്നത് പോലെ അള്ളാഹിനോട് തേടുമ്പോ ഒരു KSRTCയുടെ ഒക്കെ ഉദാഹരണം നിങ്ങൾ പറയാറില്ലേ? ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ച ഒരു നിലപാടും സമസ്ത കേരള ജമീയത്തുൽ വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ് അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്.
അപ്പോൾ തഹീറിനെ തേടിയാൽ ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പൊ വരുന്ന ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്ത് വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. ചോദിക്കട്ടെ, ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രമാണം? 8 റൗണ്ട് ഗണ്ണനമങ്ങ് നീങ്ങിയപ്പോ, 8 റൗണ്ട് ഗണ്ണനമങ്ങ് നടന്നപ്പോ ഒരു തെളിവുമില്ലാതെ ഇസ്തിഗാസയെ പറ്റി ഒരു തെളിവും പറയാൻ സാധ്യമല്ലാതെ ഇത്ര പൊട്ടിപ്പോയല്ലോ. ഇതൊക്കെ നിങ്ങൾ എന്തിനാ 8ാം ഖണ്ഡനത്തിലേക്ക് ഈ തെളിവ് മാറ്റി വെച്ചത്? 1ാമത്തെ ഖണ്ഡനത്തിൽ തന്നെ ഇതങ്ങ് പറഞ്ഞുകൂടായിരുന്നു? 2ലും 3ലും 4ലും 5ലും 6ലും 7ലും ഒന്നും പറഞ്ഞുകൂടായിരുന്നു? ഇപ്പൊ അവസാനം ഗതിയില്ലാതെ വന്നപ്പോ പിടിച്ചു തൂങ്ങുന്നുവല്ലേ? സാധ്യമല്ല, ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഖബറിൽ നിന്ന് ഖബറാളികളുടെ അടുക്കലേക്ക് അതാ സിയാറത്തിന് വേണ്ടി ചെല്ലുമ്പോ ആ സിയാറത്തിന് ചെല്ലുന്നവന്റെ ആവശ്യം നിവർത്തിച്ച് കിട്ടാൻ വേണ്ടി അവിടെ ഒരു മലക്കിനെ അള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും ആ ചില അവസരങ്ങളിൽ വലിയ തന്നെ ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നേരിട്ട് തന്നെ കാര്യം സാധിപ്പിക്കുമെന്നും അതാ നിങ്ങൾ ആ നിലക്കുള്ള വിശ്വാസത്തെ എതിർത്തിട്ടില്ലല്ലോ. ആ സംഭവത്തെ സംബന്ധിച്ച് എന്റെ ചോദിച്ച ചോദ്യം പോലും നിങ്ങൾ അട്ടിമറിച്ചതാണ്. നിങ്ങൾ ചോദ്യം മാറ്റിയ തന്ത്രം കേട്ടോളൂ. ഖബറിൽ എഴുന്നേറ്റ് വരുന്ന സംഭവം ഉണ്ടോ എന്നല്ലേ ചോദിച്ചത്? ഖബറിൽ എഴുന്നേറ്റ് വരുന്ന സംഭവം ഉണ്ടോ എന്നല്ലേ ചോദിച്ചത്? ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല മറുപടി പറയുന്നത്. ആ ചോദ്യത്തിന് എന്തായിരുന്നു ചോദ്യം എന്ന് ഇൻഷാ അല്ലാഹ് അതും CD ഇറങ്ങുമ്പോ നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ ചോദിച്ച ചോദ്യമല്ല മൂപ്പര് ചോദിച്ചത്. എന്നിട്ട് എന്റേതല്ലാത്ത ഒരു ചോദ്യം മൂപ്പര് ഉണ്ടാക്കുക. കാരണം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാനാവില്ല. അപ്പൊ മൂപ്പര് മറുപടി പറയാൻ പാകത്തിൽ ചോദ്യത്തെ ഒന്ന് ഉരുട്ടിപ്പരട്ടിയിട്ട് ഒന്ന് കൃത്യമായിട്ടൊന്ന് ചെത്തിമിനുക്കി മറുപടി പറയാൻ പാകത്തിൽ ഒരു ചോദ്യം മൂപ്പര് തന്നെ ഉണ്ടാക്കിയിട്ട് മറുപടി പറയാൻ ശ്രമിക്കുന്ന തന്ത്രമാണ്. ആ തന്ത്രം വേണ്ട, ആ തന്ത്രം വേണ്ട. എന്താണ് ഞാൻ ചോദിച്ചത് എന്നും നിങ്ങൾക്ക് CD ഇറങ്ങുമ്പോൾ കൃത്യമായി സുഹൃത്തുക്കളെ, സമയപരിമിതി കൊണ്ടാണ് പല ക്ലിപ്പുകളും ഒഴിവാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾക്ക് വിശദമായി തന്നെ കേൾക്കാം. ഖബർ സിയാറത്ത് ചെയ്യുന്നവന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ പലതവണ ഇവിടെ വെച്ചും ചോദിച്ചതാണ്, ഇനിയും ചോദിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഒരാൾ ഖബർ സിയാറത്തിന് ചെന്നാൽ അയാളുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ ഖബറിൽ അല്ലാഹു ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വതറതൻ യഖ്റുജുൽ വലിയു, വലിയ തന്നെ ചിലപ്പോൾ ഖബറിന്ന് പുറത്തേക്ക് വന്നിട്ട് കാര്യം സാധിപ്പിച്ച് തന്നേക്കാനും ഇടയുണ്ട് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഹോജ
രാജമാരി എഴുതിയിട്ടുണ്ട്, പാരമ്പര്യം പറയണേ. ഇത് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് വായിക്കൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് റിപ്പോർട്ട് ചെയ്യട്ടെ, ഇമാം നാഫിഉ റിപ്പോർട്ട് ചെയ്യട്ടെ, ഇമാം മാലിക് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യട്ടെ, ഷഫീ ഇമാം റിപ്പോർട്ട് ചെയ്യട്ടെ. അങ്ങനെ നിങ്ങളിലേക്ക് ഇങ്ങ് പരമ്പര മുട്ടിക്കൂ. പക്ഷേ തെളിവ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കൊണ്ടുവരണം നിങ്ങൾ തെളിവ്. അതിന് നിങ്ങൾ തെളിവ് തരണം. നിങ്ങൾ ഇന്ന് വരെ തന്നിട്ടില്ല. തരാൻ സാധ്യമാണെങ്കിൽ ഉദ്ധരിക്കൂ, ഉദ്ധരിക്കൂ. എന്റെ ചോദ്യത്തിന് പ്രമാണങ്ങൾ എടുത്തുകൊണ്ട് ഉദ്ധരിക്കൂ. സ്വഹീഹായ പരമ്പരയിലൂടെ ഈ പറയുന്ന ആദർശത്തിനുള്ള തെളിവാണ് നിങ്ങളോട് ചോദിച്ചത്, അതിനുള്ള ഹദീസാണ് ചോദിച്ചത്, അതിന്റെ സനദടക്കം പറയാനാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേറൊരു കോലത്തിൽ ചോദ്യമുണ്ടാക്കി ഉത്തരം പറയുന്ന തന്ത്രം ഇവിടെ വേണ്ട. മാത്രമല്ല, പറഞ്ഞു പറഞ്ഞു പ്രിയപ്പെട്ടവരെ, ഈ സമുദായം ഇപ്പോൾ എവിടെ എത്തി? ഈ സമുദായത്തെ കൊണ്ട് ലാത്തേ, മഹാനായ ലാത്തേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാലും അത് ശിർക്കല്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നിടത്തേക്ക് വരെ ഈ മുസ്ലിയാക്കൾ അതപ്പതിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, ലാത്തയെ ആരാധിക്കുന്നത് വരെ, ഉസ്സയെ ആരാധിക്കുന്നത് വരെ അന്ത്യനാൾ ഇവിടെ സംഭവിക്കുകയില്ല എന്ന അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നറിയിപ്പിതാ പ്രിയപ്പെട്ടവരെ പുലർന്നു കാണുകയാണ് ഈ സമൂഹത്തിൽ. ലാത്തേ, മഹാനായ ലാത്തേ എന്ന് വിളിച്ച് തേടിയാൽ അത് ശിർക്കല്ല എന്ന് ഒരു മുഖാമുഖത്തിൽ ഒരു മുസ്ലിം സഹോദരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് മറ്റൊരു സഖാഫി പറയുന്നുണ്ട്. ആദ്യം ആ ചോദ്യം കേട്ടോളൂ, പിന്നെ അതിന് നൽകുന്ന ഉത്തരവും കേട്ടോളൂ. എത്ര അപകടത്തിലേക്കാണ് ഈ സമുദായത്തെ ഇവർ കൊണ്ടുപോകുന്നത്. ലാത്തേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാലും തരക്കേടില്ല എന്ന വാദത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സമുദായമേ, ഉണർന്ന് ചിന്തിക്കൂ. ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാന വീരന്മാരുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ സമുദായത്തെ രക്ഷിക്കാൻ ദുആ ചെയ്യേണ്ടതുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കേട്ടോളൂ, ആ ചോദ്യം കേട്ടോളൂ, പിന്നെ അതിന്റെ ഉത്തരവും കേട്ടോളൂ. ഒരു മുസ്ലിം ഈ ലാത്തയ്ക്ക് താങ്കൾ പറഞ്ഞതുപോലെ സമദിയത്ത് അള്ളാഹുവിന് മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ ലാത്ത ഒരു ഔലിയ, ഒരു സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഒരു വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹായം തേടിയാൽ അത് ശിർക്കാകുമോ അല്ലയോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. കണ്ടോ, ചോദ്യം മനസ്സിലായില്ലേ? ഉത്തരം കൊടുക്കുന്നത് കേട്ടോളൂ. ലാത്ത എന്ന് വിളിച്ചാൽ ശരിയാകുമോ എന്നാണ് അതിന് ഉത്തരം കൊടുക്കുന്നത് കേട്ടോളൂ. ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന് അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാഫ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയം ആണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. കണ്ടോ, മനസ്സിലായില്ലേ? ലാത്തേന്ന്, മഹാനായ ലാത്തേന്ന് വിളിച്ചാൽ വിരോധമല്ല. എന്തേ വിശ്വസിക്കൊണ്ടു? അള്ള കൊടുത്ത കഴിവേ ഉള്ളൂ, വലിയാന്ന് വിശ്വസിച്ചാൽ മതി. ഈ സമുദായത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഈ സമുദായത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇനി പ്രിയപ്പെട്ടവരെ, സിറാജ് ഗൈഡിൽ നിന്നുള്ളൊരു വാചകം കൂടി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എന്താണ് അതിൽ പറയുന്നത്? ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഈ സമുദായത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇനിയിപ്പോ ഇവര് ലാത്തന്റെ പേരിൽ മക്കാമുണ്ടാകും. ആളൊന്നും വേണ്ടല്ലോ, ആളൊന്നും വേണ്ടല്ലോ. ഈജിപ്തിലുള്ള ബദവിക്ക് ഇവിടെ കോഴിക്കോട് മക്കാമുണ്ടല്ലോ. ഇനി മക്കത്തുള്ള ലാത്തക്കും മക്കാമുണ്ടാകും, സംശയമൊന്നുമില്ല. അങ്ങനെ ലാത്തയുടെ പേരിൽ മൗലിദുണ്ടാകും, ലാത്ത മൗലിദുണ്ടാകും, ലാത്തമാലയുണ്ടാകും, ലാത്തയെ വിളിച്ച് തേടുന്ന സദസ്സുണ്ടാകും. ആ രൂപത്തിലുള്ള അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുകയാണ്. നോക്കൂ, ആരാണ് യഹൂദികളിൽ നിന്ന്, ആരാണ് നസ്രാനികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിരിക്കുന്നത്? എവിടേക്കാണ് ഇവർ ജനങ്ങളെ കൊണ്ടുപോകുന്നത്? സിസ്റ്റർ അൽഫോൻസ് അമ്മയുടെ മൗലിദ് ഇവർ എഴുതുകയാണ്. സിസ്റ്റർ അൽഫോൻസ് അമ്മയുടെ മൗലിദാണ് ഈ കാണുന്ന സിറാജിൽ കാണുന്നത്. സിറാജ് ഗൈഡാണിത്. സിറാജ് ഗൈഡിൽ സിസ്റ്റർ അൽഫോൻസയെ കുറിച്ച് എഴുതുന്നത് നോക്കിക്കോളൂ. 16 വർഷക്കാലം കഠിനമായ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടപ്പോഴും പ്രസന്നവദനയായി സഹനത്തിന്റെ ബലിവേദിയിൽ സ്നേഹബലിയായി അവർ ദഹിച്ചു തീരുകയായിരുന്നു. സിസ്റ്റർ അൽഫോൻസയുടെ വിശുദ്ധിയുടെ രഹസ്യപിതായിരുന്നു. അങ്ങനെ അതിങ്ങനെ പറഞ്ഞ് 1910 ഓഗസ്റ്റ് 10 കോട്ടയത്തിനടുത്ത കുടമാളൂരിൽ മുട്ടത്തുപാടത്ത് കുടുംബാംഗമായി ജനിച്ച അൽഫോൻസ 7-ാം വയസ്സിൽ ഭരണങ്ങാനത്തുള്ള ക്ലാരിസ്റ്റ് കോൺവെന്റിൽ സന്യാസിനിയായി ചേർന്നു. 1930 സഭാവസ്ത്രം സ്വീകരിച്ചു.
സ്വീകരിച്ചു, അധ്യാപികയായി ജോലി നോക്കി. ഇനി കേട്ടോ, 1946 ജൂലൈ 28 അന്തരിച്ചു. ആ കുഴിമാടത്തിൽ നിന്ന് വിശുദ്ധിയുടെ പ്രകാശം പൊട്ടി വിരിയാൻ തുടങ്ങി. അൽഫോൻസമ്മയുടെ ഖബറിടത്തിൽ നിന്ന് അതാ വിശുദ്ധിയുടെ പ്രകാശം പൊട്ടി വിരിയാൻ തുടങ്ങി. കേട്ടോളൂ, സിറാജുകാരനാണ് എഴുതുന്നത്. പരീക്ഷയിൽ വിജയിക്കാൻ കുഞ്ഞുങ്ങൾ തുടങ്ങി വെച്ച് അൽഫോൻസ വണക്കം അവരുടെ മാതാപിതാക്കളിലേക്കും നാട്ടുകാരിലേക്കും പിന്നെ പുറം നാട്ടിലേക്കും വ്യാപിച്ചു. പരീക്ഷ പാസ്സാകാൻ കുട്ടികൾ ഈ ഖബറിടം സന്ദർശിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഭരണങ്ങാനത്തേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമായി. അൽഫോൻസമ്മയുടെ പുണ്യകീർത്തി പ്രസരിച്ചതോടെ വിശുദ്ധ പദപ്രാപ്തിക്കുള്ള നാമകരണ നടപടികൾ ആരംഭിക്കാൻ സഭാധികൃതർ നിർബന്ധിതരായി. ഇങ്ങനെ അൽഫോൻസയെ വിളിച്ച് തേടുന്ന കാര്യങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് സിറാജിൽ എഴുതുകയാണ്. തീർന്നില്ല. ആരാണ് നസ്രാണികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുള്ളത്? ആരാണ് ജൂതന്മാരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുള്ളത്? ആരാണ് ജൂത ക്രൈസ്തവ വിശ്വാസത്തിലേക്ക്, ലാത്തയുടെ വിശ്വാസത്തിലേക്ക്, മുശ്രിക്കിന്റെ വിശ്വാസത്തിലേക്ക് ഈ ജനങ്ങളെ കൊണ്ടുപോകുന്നത് ആരാണ് എന്ന് നിങ്ങളെ കാണിക്കാൻ ഇതാ സിറാജാണിത്. ഈ സിറാജിൽ നോക്കൂ, ഇതാ ഇതിൽ കൊടുത്ത വലിയ പരസ്യം എന്താണ്? പാവറട്ടി തീർത്ഥ കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ 126ാം മാധ്യസ്ഥ തിരുനാൾ 2002 ഏപ്രിൽ 2021 ശനി ഞായർ, ഈസ്റ്റർ കഴിഞ്ഞ് 3-ാം ഞായർ അനുഗ്രഹദായകമായ തിരുക്കർമ്മങ്ങൾ, ഭക്തി നിർഭരമായ വളയെഴുന്നള്ളിപ്പുകൾ, വിശുദ്ധ യൗസേ പിതാവിന്റെ നേർച്ച സദ്യ, നയനാനന്ദകരമായ വൈദ്യുത ദീപാലങ്കാരം, കണ്ണഞ്ചിപ്പിക്കുന്ന കരിമരുന്ന് പ്രകടനം എന്ന് പറഞ്ഞ് അതാ പാവറട്ടി പള്ളിയിലേക്ക് തീർത്ഥയാത്ര പോകാനുള്ള പരസ്യം നൽകിയിരിച്ച് അതിനുവേണ്ട കാശും വാങ്ങിയിട്ട് ഓഫീസിൽ ഇരിക്കുകയാണ് സിറാജുകാരൻ. ഓ മുസ്ലിമേ, ആരാണ് ജുദായിസത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ആരാണ് നസ്രാണിസത്തിലേക്ക് ക്ഷണിക്കുന്നത്? ആരാണ് മുശ്രിക്ക് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് പോലെ ലാത്തെ കാക്കണേ എന്നിടത്തേക്ക് ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? നല്ലവണ്ണം ചിന്തിച്ചോളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ തഖൂമുസ്സാ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. എന്റെ ഉമ്മത്തിൽ നിന്ന് ഏതാനും ആളുകൾ, ഏതാനും ഗോത്രക്കാർ മുശ്രിക്കീങ്ങളോട് ചേരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കൂല. നമ്മുടെ നേതാവിന്റെ ആ പ്രവചനം പുലരുന്നു. ആ പ്രവചനം പുലരുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ നോക്കിക്കോ, ഇവര് കാര്യമായിട്ട് പിന്നെ 4 ഇമാമിങ്ങളുടേതുണ്ടെങ്കിൽ കൊണ്ടുവാ എന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്? അവസാനമതാ നമ്മൾ ഇവരോട് ചോദിച്ചല്ലോ, ഇമാമിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ പറഞ്ഞ ഒരു ഉദ്ധരണിയുണ്ടോ? അതിന് ഹദീസുണ്ടോ? സനദ് സഹിതം സഹിഹായ നിലക്ക് ഉദ്ധരിക്കാമോ എന്നാവശ്യപ്പെട്ടപ്പോ മുസ്ലിയാരിതാ നാദാപുരത്ത് നടത്തിയ ഒരു വമ്പിച്ച വെട്ടിപ്പ് തൊണ്ടി സഹിതം ഇതാ പിടികൂടാൻ പോകുന്നു. എന്താണ് അയാൾ പറഞ്ഞതെന്നോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതാ തൊണ്ടി സഹിതം പിടിക്കാൻ പോവുകയാണ്. കിതാബിലുള്ളത് വായിക്കാതെ മൂടിവെക്കുന്ന ചരിത്രമതാ. ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമൂനൽ ഹഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നത്? വേദക്കാരെ, ജൂതന്മാരെ, നസറാണികളെ, നിങ്ങൾ എന്തിനാണ് ഹക്ക് മറച്ചു വെക്കുന്നത്? അറിയുന്നവരായിരിക്കെ തന്നെ നിങ്ങൾ എന്തിന് ഹക്ക് മൂടി വെക്കുന്നു എന്നുള്ള ചോദിച്ചില്ലേ? അതേ ജൂദായിസം, അതേ നസറാണിസം ഇതാ പേരോട് മുസ്ലിയാർ ഇവിടെ കാണിച്ചിരിക്കുന്നു, പിടികൂടാൻ പോകുന്നു. ശരിക്ക് ശ്രദ്ധിച്ചോ, എന്താണ് വിഷയം? ഞാൻ ചോദിച്ചിരുന്നല്ലോ, ഇമാമിങ്ങൾ ആരെങ്കിലും അങ്ങനെ റസൂലുള്ളാഹിനെ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? അതിന് മൂപ്പര് പറയണേ, ആ ഇമാമിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നാണോ നിങ്ങളുടെ സംശയം? മാലിക് ഇമാം നടത്തിയിട്ടുണ്ട്. മാലിക് ഇമാം റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ പറഞ്ഞിട്ടുണ്ട്. എടുക്കുമോനെ ഖാലിയാദിന്റെ അശിഫ, എടുക്കുമോനെ ഖാലിയാദിന്റെ ശിഫ എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് ഇങ്ങോട്ട് എടുപ്പിക്കുന്നു. അതാദ്യം ഒന്ന് കേട്ടോളൂ. മൂപ്പര് ഏത് കിതാബാണ് എടുക്കാൻ പറയുന്നത്? ശരിക്ക് ശ്രദ്ധിച്ചോളണം. ശ്രദ്ധ തെറ്റിപ്പോകണ്ട, ശ്രദ്ധ തെറ്റിപ്പോകണ്ട. ഈ തട്ടിപ്പൊന്ന് ജനങ്ങൾ അറിഞ്ഞു കിതാബിൽ നടത്തുന്ന ഈ മതഗ്രന്ഥങ്ങളിലെ തിരിമറി എന്ന ജൂദായിസം, കിതാബ് കട്ടുവായിക്കുന്ന ഏർപ്പാട് ഇതാ പിടികൂടുന്നു. ശ്രദ്ധിച്ചോ, ഇയാൾ ഏത് കിതാബാണ് സ്റ്റേജിൽ നിന്ന് എടുക്കാൻ പറയുന്നത്? കേട്ടോളൂ. എടുക്കുമോനെ ഇമാം ഖാദിയാദിന്റെ അതാ ശിഫ എടുക്കൂ. എടുക്കുമോനെ ഇമാം ഖാദിയാദിന്റെ അതാ ശിഫ എടുക്കൂ. കേട്ടോ, ഇപ്പൊ എന്താ എടുക്കാൻ പറഞ്ഞത്?
എടുക്കുമോനെ, അതാ ഇമാം ഖാലി ഇയാദിന്റെ ശിഫ എടുക്കൂ. ഇതാണ് ആ കിതാബ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഖാലി ഇയാദിന്റെ അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ. ആ ശിഫയാണ് ഈ കാണിക്കുന്നത്. ആ ശിഫയാണ് പ്രിയപ്പെട്ടവരെ ഈ കാണിക്കുന്നത്. ഇനിയും ശ്രദ്ധിച്ചോ, ആ ശിഫയിൽ നിന്ന് എന്താണ് വായിക്കാനുള്ളത്? ആ ശിഫയിൽ നിന്ന് ഇനി മൂപ്പര് വായിക്കുന്നിടത്ത് ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ട്. എന്താണ് തട്ടിപ്പ്? ശരിക്ക് ശ്രദ്ധിച്ചോളണം. കിതാബിൽ നോക്കിയിട്ട് വായിക്കുമ്പോ ഇങ്ങനെ തട്ടിപ്പ് വേണോ? ആ ശിഫയുടെ പേജൊന്ന് മറിച്ചു വെക്കൂ സ്ക്രീനിൽ, ജനങ്ങളൊന്ന് കാണട്ടെ. ഒരു ഭാഗത്ത് അതൊന്ന് മറിച്ചു വെക്കൂ. ഇനി പേരോട് അതിലുള്ള ഇബാറത്ത് വായിക്കുന്നത് ഒന്ന് കേൾപ്പിക്കൂ, ജനങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ. പേരോടതാ കിതാബിലെ ഇബാറത്താണ് വായിക്കുന്നത്. വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കതാ ചുവന്ന റൗണ്ടിലിട്ട് അടയാളപ്പെടുത്തിയ ഇലല്ലാഹി തആല യൗമൽ ഖിയാമ എന്ന് പറയുന്ന ഭാഗം പേരോടതാ കിതാബ് നോക്കി വായിച്ചിട്ട് പോലും മൂടി വെക്കുന്നു, കട്ട് വായിക്കുന്നു. അതിനൊരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ ശേഷം പറയാം. ആ കട്ട് വായിക്കുന്നത്, കിതാബ് നോക്കിയിട്ട് അവിടെ കട്ട് വായിക്കുന്നതൊന്ന് കേട്ടോളൂ. قال مالك يا أمير المؤمنين لا ترفع صوتك في هذا المسجد فإن الله تعالى أدب قوما فقال لا ترفعوا أصواتكم فوق صوت النبي الآية ومدح قوما قال فإن الذين يغضون أصواتهم عند رسول الله الآية وذم قوما فقال إن الذين ينادونك الآية وأن حرمته ميتا كحرمته حيا. മാലിക് ഇമാം പറയുന്നു, ഖുർആൻ തെളിവുദ്ധരിച്ചിട്ട് പറയുന്നു, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും മുമ്പും ഒരുപോലെ ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ ഭരണാധികാരി മാലിക് ഇമാമിന്റെ മുന്നിൽ വിനയം കാണിച്ചു. ഞാൻ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞിട്ടാണോ ദ്വാരക്കണ്ടത്, ഖിബ്ലക്ക് തിരിഞ്ഞിട്ടാണോ? അപ്പോഴതാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വലിമ തസ്രിഫു വജ്ഹക അൻഹു, നിങ്ങൾ എന്തിനാ റസൂലുള്ളാഹിനെ തൊട്ട് മുഖം തിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ മുഖം തിരിക്കുന്നത്? വസീലത്തു അബീക, നിങ്ങളെയും നിങ്ങളെ ആദം നബിയുടെയും അതേ വസീലയല്ലേ അവിടുന്ന് ആദം അലൈഹിസ്സലാം. ബലിസ്തഖ്ബിലൂ, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ടോ. ഈ രൂപത്തിൽ അവിടെ ഇലല്ലാഹി തആല യൗമൽ ഖിയാമ എന്നത് മൂപ്പര് കട്ട് വായിച്ചതാണ്. ആദം അലൈഹിസ്സലാം ബലിസ്തഖ്ബിലൂ, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ടോ. ആദം അലൈഹിസ്സലാം ബലിസ്തഖ്ബിലൂ, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ടോ. വായിക്കുമ്പോൾ വസീലത്തു അബീക ആദം അലൈഹിസ്സലാം എന്ന് മാത്രമാണ് വായിക്കുന്നത്. പിന്നീട് ബലിസ്തഖ്ബിൽഹു എന്നാ വായിക്കുന്നത്. ഇലല്ലാഹി തആല യൗമൽ ഖിയാമ എന്ന ഭാഗം കട്ടിട്ടാണ് പേരോട് വായിച്ചിട്ടുള്ളത്. അതാണ് പിടികൂടിയിട്ടുള്ളത്. ഈ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയും അതുപോലെ തന്നെ അബൂ ജഅഫർ എന്ന് പറയുന്ന ഒരു ഗവർണറും മദീനത്തെ പള്ളിയിൽ വെച്ചുണ്ടായ സംഭാഷണത്തിനിടയിൽ അബൂ ജഅഫർ ഇമാം മാലിക്കിനോട് ചോദിക്കേണ്, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്, അതോ റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? അതിന് ഇമാം മാലിക്കിന്റെ മറുപടി എന്താണ്? എന്തിന് നീ അള്ളാഹിന്റെ റസൂലിൽ നിന്ന് മുഖം തിരിക്കണം? ആ റസൂല് നിന്റെയും അതുപോലെ തന്നെ നിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെയും വസീലയാണല്ലോ. എപ്പോൾ? ദുനിയാവിലെ കാര്യമല്ല, ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിലേക്കുള്ള വസീലയാണല്ലോ. ഖിയാമത്ത് നാളിൽ എന്ന് പറയുന്ന ഭാഗം പേരോട് കട്ടിട്ട് ആ ഭാഗം മൂടി വെച്ചുകൊണ്ട് ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫിർ ബിഹി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ കിതാബ് നോക്കിയിട്ട് തന്നെ സംശയമുള്ളവർക്ക് പേരോടിന്റെ ആ ഭാഗം വന്ന സിഡിയിൽ പരിശോധിക്കാം. അദ്ദേഹം എടുക്കാൻ പറഞ്ഞ കിതാബാണിത്. അതാ ഖാലിയാളിന്റെ ശിഫയാണ് എടുക്കാൻ പറഞ്ഞത്. അതിൽ നോക്കിയിട്ടാണ് വായിച്ചത്. വായിച്ചപ്പോൾ അപ്പുറവും ഇപ്പുറവും വാചകം വായിച്ചതല്ലാതെ ഇലല്ലാഹി തആല യൗമൽ ഖിയാമ കട്ട് വായിച്ചതാണ്. അതാണ് ഇവിടെ പിടികൂടിയത്. വെറുതെ നിങ്ങൾ കട്ടതല്ല, നിങ്ങൾക്കതിൽ ലക്ഷ്യമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ പറയൂ, ശിഫയാണ് ഈ കാണുന്നത്, ഖാലിയാളിന്റെ ശിഫ എന്ന ഗ്രന്ഥമാണിത്, ഇതിൽ നിങ്ങൾ വായിച്ചതുപോലെ കാണിക്കാൻ സാധിക്കുമോ? ഇലല്ലാഹി യൗമൽ ഖിയാമ, ഇലല്ലാഹി തആല യൗമൽ ഖിയാമ എന്നിതിലില്ലേ? ഉണ്ടോ ഇല്ലേ?
ഉണ്ടോ ഇല്ലേ, ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് കട്ടുവെച്ചു. എന്തിന് നിങ്ങൾ മൂടിവെച്ചു? എന്തിന് ഈ മതഗ്രന്ഥത്തിൽ അഴിമതി നടത്തുന്ന സമീപനം നിങ്ങൾ സ്വീകരിച്ചു? അതുകൊണ്ടും തീർന്നില്ല. മൂപ്പർക്ക് അടുത്തൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? സനത് വേണോ മൗലവി? ഇനി ഇതിന്റെ സനത് വായിക്കാൻ പോവുകയാണ്. അതിലും അട്ടിമറിയുണ്ട്. അതാ സനത് വേണോ എന്നുള്ള ചോദ്യം ഒന്ന് കേട്ടോളൂ ആദ്യം, എന്നിട്ട് സനത് വായിക്കുന്നിടത്ത് കൃത്രിമവും കേൾപ്പിക്കാം. മാലിക് ഇമാം പറഞ്ഞത് സനദ് വേണോ മൗലവി? കേട്ടോ, സനദ് കേട്ടോ. حدثنا القاضي ابو عبد الله محمد بن عبد الرحمن الاشعري وابو القاسم محمد بن بقي الحاكم وغير واحد فيما جازوني قالوا اخبرنا ابو العباس احمد بن عمر بن العاص قال حدثنا ابو الحسن علي بن فهر حدثنا ابو بكر محمد بن احمد بن الفرج حدثنا ابو الحسن عبد الله بن المنذاب حدثنا يعقوب بن اسحاق بن ابي اسرائيل حدثنا ابو حميد قال نظر سندا حدثنا ابو حميد വായിക്കുന്നത് حدثنا ابو حميد حدثنا ابو حميد ഹദ്ദസനാ അബൂ ഹുമൈദ് ആൾമാറാട്ടമാണ് പേരോട് നടത്തിയിട്ടുള്ളത്. ആളെ മാറ്റിയിട്ടാ വായിച്ചത്. എന്തിന്? ആ സനദിലെ കുഴപ്പക്കാരനെ പിടികൂടാതിരിക്കാൻ, ആ സനദിലെ കുഴപ്പക്കാരനെ പിടികൂടാതിരിക്കാൻ. ശ്രദ്ധിക്കൂ, എല്ലാവരും അവിടെ ഇരിക്കും, എല്ലാവരും അവിടെ ഇരിക്കാൻ. നിങ്ങൾ പ്രസംഗം ശ്രദ്ധിക്കുക. ഇവിടെ എന്തുണ്ടെങ്കിലും അതൊക്കെ നോക്കാനും വളണ്ടിയർമാരും ആളുകളുമുണ്ട്. ഞാൻ പറയുന്ന വിഷയം ശ്രദ്ധിക്കുക, ശരിക്ക് ശ്രദ്ധിച്ചോ. സനദ് വായിക്കുന്നിടത്തും കൃത്രിമം കാണിച്ചിട്ടുണ്ട്. ഹദ്ദസന അബൂ ഹുമൈദ് എന്നാണ് വായിച്ചിട്ടുള്ളത്. അബൂ ഹുമൈദ് എന്ന് ശിഫയിലില്ല, ആള് തന്നെ മാറിപ്പോയി. ഹുമൈദിന്റെ ബാപ്പാനാണ് അബൂ ഹുമൈദ് എന്നാൽ അർത്ഥം. സനദിലുള്ള വ്യക്തി ഹുമൈദിന്റെ മോനാണ്, ഇബ്നു ഹുമൈദാണ്. ആ വ്യക്തി ആ സനദിൽ കൊള്ളരുതാത്തവനാണ്. മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതാ സ്ക്രീനിലേക്ക് നോക്കൂ, ആ ഭാഗത്ത് നിങ്ങൾ നോക്കൂ, പ്രത്യേകം അടയാളപ്പെടുത്തിയിടത്ത് കാണാം. ഇബ്നു ഹുമൈദ് എന്ന് വായിക്കേണ്ടതിന് പകരം അബൂ ഹുമൈദ് എന്നാണ് പേരോട് വായിച്ചിട്ടുള്ളത്. അതും നിങ്ങൾ കാണിച്ച കൃത്രിമമാണ്. കാരണം ആ സനദിലെ കൊള്ളരുതാത്ത വ്യക്തിയാണ്, കളവ് പറയുന്ന വ്യക്തിയാണ്, ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണ് എന്ന് മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അദ്ദേഹം സിഖത്തല്ല. അദ്ദേഹത്തിന്റെ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായം 50,000-ഓളം ഹദീസ് അയാളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരക്ഷരം ഞാൻ പറയൂല, അത്രയും മോശമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഇദ്ദേഹം കദ്ദാബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ കള്ളനായ വ്യക്തിയെ സനദിൽ നിന്ന് പിടികൂടുമെന്നുറപ്പായപ്പോൾ ഇബ്നു ഹുമൈദ് എന്നത് മാറ്റിയിട്ട് അബൂ ഹുമൈദ് എന്ന് മാറ്റി വായിച്ചിട്ടുണ്ട്. പറയണം നിങ്ങൾ, ഈ രണ്ട് കൃത്രിമവും നിങ്ങൾ ശിഫ എന്ന കിതാബിൽ നടത്തിയിട്ടുണ്ട്. ഈ രണ്ട് കൃത്രിമവും നിങ്ങൾ ശിഫ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ നടത്തിയിട്ടുണ്ട്. പറയണം നിങ്ങൾ മറുപടി. ഈ തോന്നിവാസമൊക്കെ ചെയ്തിട്ടും നിങ്ങൾ എന്നൊരു വിളി വിളിക്കുന്നുണ്ട്. കേട്ടോളൂ ആ വിളി. എന്താണ് ആ വിളി? വാ മൗലവി വാ, നമുക്കൊന്ന് മുട്ടാമല്ലോ, കിതാബ് കൊണ്ട് മുട്ടാമല്ലോ. വരൂ മൗലവി വരൂ, വരൂ, പേരോടെ വരൂ. ഈ കിതാബങ്ങെടുത്ത് ഉദ്ധരിച്ചിട്ട് ഇതാ ഈ കാണുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്ന് മറുപടി പറയൂ. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? കിതാബിൽ അട്ടിമറി നടത്തുന്ന ഈ ജൂദായിസം, കിതാബിൽ അട്ടിമറി നടത്തി മറച്ചു വെക്കുന്ന ഈ സംസ്കാരം അതിവിടെ വേണ്ട. ശിഫയിൽ നിന്നാണ് ഉദ്ധരിച്ചത്, ഖലിയാലിന്റെ ശിഫയിൽ നിന്നാണ് നിങ്ങൾ വായിച്ചതെങ്കിൽ അതിവിടെ കാണിക്കണം. ഈ രണ്ട് കൃത്രിമങ്ങളും നിങ്ങളതാ കൃത്യമായി തന്നെ വിശദീകരണം നൽകേണ്ടതുണ്ട്. പിന്നെ നിങ്ങളുടെ മുമ്പത്തെ പ്രസംഗത്തിലതാ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അല്ലാഹുവിന്റെ റസൂല് ഒരു മഖ്ലൂഖിനോടും അഭയം ചോദിക്കുകയില്ല എന്ന ഉദ്ധരണി, ലാ യസ്തഈദു ബിമഖ്ലൂഖ് എന്ന ആദർശത്തെ സംബന്ധിച്ചു പറഞ്ഞപ്പോ നിങ്ങൾ അതിനെപ്പറ്റി എന്താണ് പറഞ്ഞത്? അതൊക്കെ ചപ്പടാച്ചി വർത്തമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ലാ യസ്തഈദു ബിമഖ്ലൂഖ്, അല്ലാഹുവിന്റെ റസൂല് ഒരു മഖ്ലൂഖിനോടും അഭയം ചോദിക്കുകയില്ല എന്നൊക്കെ ചപ്പടാച്ചി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവരില്ലേ എന്നാണ് മുസ്ലിയാർ പറഞ്ഞത്. ഓ മുസ്ലിയാരെ, അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ എന്ന് അതല്ലെങ്കിൽ ആശയത്തിലുള്ള വാചകങ്ങൾ ഞങ്ങളാണോ പറഞ്ഞത്? അല്ലല്ലോ, എത്രയോ വലിയ വലിയ മഹാന്മാർ
പണ്ഡിതന്മാരല്ലേ അത് ഉദ്ധരിച്ചത്. ലാ യസ്തഈദു മഖ്ലൂഖിൻ എന്നൊക്കെ ചപ്പടാച്ചി പറയുന്ന ആളുകളുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ചോദിക്കട്ടെ, അന്ന് തന്നെ ഞാൻ നിങ്ങളോട് പ്രസംഗത്തിൽ ചോദിച്ചിട്ടുണ്ട്. ലാ യസ്തഈദു ബിമഖ്ലൂഖ് എന്ന ആശയം ഞാൻ പറഞ്ഞതല്ലല്ലോ, പറഞ്ഞ പണ്ഡിതന്മാരെ ഞാൻ ഉദ്ധരിച്ചില്ലേ? ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ലേ? അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞിട്ടില്ലേ? ഖത്താബി പറഞ്ഞിട്ടില്ലേ? അസ്കലാനി പറഞ്ഞിട്ടില്ലേ? ഇബ്നു ജൗസി പറഞ്ഞിട്ടില്ലേ? ഖത്തീബ് തിബ്രീസി പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ അംഗീകരിക്കുന്ന ഇസ്മാഈലുൽ ഹിഖി എന്ന് പറയുന്ന ഹോജ പറഞ്ഞിട്ടില്ലേ? അവരൊക്കെയും ചപ്പടാച്ചി പറഞ്ഞവരാണോ? നിങ്ങളോടന്ന് ചോദിച്ചതാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഇമാം ഖത്താബി, അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി, അതുപോലെ തന്നെ ഇബ്നുൽ ജൗസി, അതുപോലെ തന്നെ ഖത്തീബ് തിബ്രീസി, അതുപോലെ തന്നെ നിങ്ങൾ പല കാര്യത്തിനും രേഖയായി ഉദ്ധരിക്കാറുള്ള നിങ്ങളുടെ തഫ്സീറിന്റെ ആളല്ലേ ഇസ്മാഈലുൽ ഹിഖി അൽ ബുറൂസവി എന്ന് നിങ്ങൾ പറയുന്നയാള്. അങ്ങനെ എത്രയോ ആളുകൾ ലാ യസ്തഈദു ബിമഖ്ലൂഖ് എന്ന സംഭവം എടുത്തുദ്ധരിച്ചിട്ടില്ലേ കിതാബുകളിൽ? അവരൊക്കെ ചപ്പടാച്ചി പറഞ്ഞവരാണല്ലേ, അവരൊക്കെ ചപ്പടാച്ചിക്കാരാണല്ലേ. അഹ്മദ് ബിൻ ഹംബൽ ചപ്പടാച്ചി പറയുന്നയാളാണല്ലേ, ഇമാം ഖത്താബി അതിന്റെ ആളാണല്ലേ, അസ്ഖലാനി അതിന്റെ ആളാണല്ലേ. അങ്ങനെ ആരൊക്കെ അത് ഉദ്ധരിച്ചോ അവരൊക്കെയും ചപ്പടാച്ചി പറയുന്നവരാണോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ മിണ്ടിയിട്ടില്ലല്ലോ, മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. പറയണം മറുപടി എന്ന് ആവർത്തിച്ചു ചോദിക്കുന്നു. തീർന്നില്ല. അന്ന് ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യവും ചോദിച്ചതാണ്. മഹത്തുക്കളോട് തേടുന്നതിന് പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറയാറില്ല, അത് മുജാഹിദിന്റെ ഭാഷയാണ് പോലും. പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറയൂല. അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ പറയൂല. പ്രാർത്ഥന എന്ന പ്രയോഗം മുജാഹിദിന്റെ ശൈലിയാണ്, അത് ഞങ്ങൾ പറയൂല എന്ന് നിങ്ങൾ തട്ടിവിട്ടപ്പോ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ നിങ്ങളതാ അല്ലാഹു അല്ലാത്തവരോടുള്ള തേട്ടത്തെ പ്രാർത്ഥന എന്ന് തന്നെ നിങ്ങൾ വിശേഷിപ്പിച്ചത് സുന്നത്ത് മാസിക വായിച്ചിട്ട് എടുത്തുദ്ധരിച്ചിരുന്നു. കൊട്ടപ്പുറം സംവാദം എന്ന ബുക്കിൽ നിന്ന് വായിച്ചിരുന്നു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ബുക്കിൽ നിന്ന് വായിച്ചിരുന്നു. സുന്നി വോയിസ് എടുത്തുദ്ധരിച്ചുകൊണ്ട് വായിച്ചിരുന്നു. നിങ്ങൾക്കൊരു വാദമുണ്ടെന്ന് മഹത്തുക്കളോട് തേടുന്നതിന് പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറയാറില്ല, അത് മൗലവിമാരുടെ ഭാഷയാണ്. മഹാന്മാരോട് ചോദിക്കുന്നതിന് അങ്ങനെ ഒരു പറയാറേ ഇല്ല എന്ന് പേരോട് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ആരാണ് ഇങ്ങനെ മഹാത്മാക്കളോട് പറയുന്നതിനും പ്രാർത്ഥന എന്ന് ഇവര് തന്നെ അർത്ഥം വെച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. ശ്രദ്ധിച്ചോളൂ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന്. സഹായം തേടുന്നതിന് മൗലവിമാര് പറയുന്ന ഭാഷ പ്രാർത്ഥിക്കാന്ന. നമ്മള് അള്ളഹാനോട് പറയുന്നതിന് പ്രാർത്ഥിക്കാന്ന് പറയൂ, സൃഷ്ടികളോട് പറയുന്നതിന് സഹായം തേടുക അപേക്ഷിക്കാന്നൊക്കെ പറയാം. ഇവരെല്ലാറ്റിനും പറയാ പ്രാർത്ഥിക്കാണ്. ഞങ്ങൾ മഹത്തുക്കളോട് തേടുന്നതിന് പ്രാർത്ഥന എന്ന് പറയാറേ ഇല്ല എന്ന്. ആ കളവും ഈ വേദിയിൽ വെച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട്. 1/2 ഡസൻ തെളിവുകളിലൂടെ, 1/2 ഡസൻ എന്ന് പറഞ്ഞ 6 എണ്ണം, 1/2 ഡസൻ തെളിവുകളിലൂടെ അന്നാ പറഞ്ഞത് പേരോട് മുസ്ലിയാർ കള്ളത്തരം പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് സുന്നത്ത് മാസിക വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന മാസിക ഏതാ? സുന്നത്ത് മാസിക. ഏത് ഗ്രൂപ്പിന്റെ മാസികയാണ്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഗ്രൂപ്പിന്റെ മാസികയാണ്. ആ മാസികയിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥനയെ തന്നെ പ്രാർത്ഥിച്ചു എന്ന് പരിചയപ്പെടുത്തുന്നത് കേൾപ്പിക്കട്ടെ. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. അതിന്റെ അർത്ഥം കൊടുത്തത് കേട്ടോളൂ. സയ്യിദന്മാരുടെ നേതാവായ നബിയേ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഖ്ദൂമിദ അങ്ങയുടെ സമീപമെത്തിയിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ, അഭയം നൽകണേ, ദുഃഖിതനാക്കി മടക്കരുതേ. മങ്കൂസ് മൗലിദിലെ വരിക്ക് അർത്ഥം കൊടുത്തതാ. ഇനി കേട്ടോളൂ കേട്ടോ. അള്ളാനോട് പറയുന്നതിന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥന ഉപയോഗിക്കാറുള്ളൂ. സൃഷ്ടികളോട് പറയുന്നതിന് പ്രാർത്ഥന എന്ന് ഉപയോഗിക്കുന്ന ശൈലി മൗലവിമാരുടേതാണ്. ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല എന്നാണ് പേരോടിന്റെ വാദം. കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തേടുന്ന ഈ സഹായത്തേട്ടത്തിന് പേരോടിന്റെ ഗ്രൂപ്പുകാരിറക്കിയ മാസികയിൽ തന്നെ കൊടുത്ത വിശദീകരണം കേട്ടോളൂ.
വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. ശ്രദ്ധിച്ചോ നിങ്ങൾ? വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം കഅബയുടെ സമീപത്തെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. പ്രവാചകന്മാരെയും പൂർവീക മഹത്തുക്കളെയും പാടി പുകഴ്ത്തി അവരുടെ ചരിതങ്ങൾ അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഖ്ദൂം തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും മഹത്വങ്ങളും ശ്രേഷ്ഠതയും പ്രതിപാദിക്കുന്ന മാലമൗലിദുകൾ പാരായണം ചെയ്യലും മൗലീദ് സദസ്സുകൾ സംഘടിപ്പിക്കലും അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും, ശ്രദ്ധിച്ചോളൂ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും. പ്രാർത്ഥന എന്നത് മൗലൈമാരുടെ ഭാഷയാണ്, ഞങ്ങളെ ഭാഷയല്ലെന്ന് പറഞ്ഞില്ലേ? അവരെ വിളിച്ചു പ്രാർത്ഥിക്കലും ബിദ്അത്തല്ല എന്നും ഇസ്ലാമിക നിയമവ്യവസ്ഥകളിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് മൗലിദ് പാരായണമെന്നും ഇതിനാൽ വ്യക്തമായി. നിങ്ങൾ കേട്ടില്ലേ ഇപ്പൊ എന്താ ഇയാൾ പറഞ്ഞത്? സമ്മതിക്കേണ്ടി വരികയാണ്. കൊട്ടപ്പുറം സംവാദം എന്ന പുസ്തകം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കൊട്ടപ്പുറം സംവാദം എന്ന ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാം, കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ച് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് ധാരാളം ആയത്തുകൾ ഞാൻ ഓതിയെന്ന് അഭിമാനപൂർവ്വം കൊട്ടപ്പുറം വാദപരിവാരത്തിൽ വെച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതായി അവർ തന്നെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പുസ്തകം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, മുഹീദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിത്യാദി മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്ന് ചോദിച്ചപ്പോ പൊന്മള കൊടുത്ത മറുപടി അനുവദനീയമാണ്, അതിന് പ്രമാണങ്ങളിൽ തെളിവുണ്ടെന്നാ പറഞ്ഞത്. സുന്നി വോയിസ് എന്ന് പറയുന്ന ദ്വൈവാരിക വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. സുന്നി വോയിസിൽ തന്നെയും മുമ്പൊരിക്കൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഒരാൾ കടലിൽ വെച്ച് പ്രയാസമുണ്ടായപ്പോ മമ്പുറത്തെ തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഞാൻ തങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് അവിടെയും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രാർത്ഥന എന്ന് പറയാൻ ഒരു പേടിയുള്ളത് പോലെ ഇങ്ങനെ ആശയങ്ങളെ പക്വമായ രീതിയിലല്ലാതെ നിങ്ങളിപ്പോ പലരും സമീപിക്കുന്നുവല്ലേ? ഇവിടെ വെച്ച് നിങ്ങൾക്ക് പലരും മാറ്റി പറയേണ്ടി വരുന്നുവല്ലേ? മിണ്ടിയിട്ടില്ല പേരോട് പറ മറുപടി. അടുത്ത പ്രസംഗത്തിൽ ആ മാസം തികയാത്ത പ്രസംഗം ഉണ്ടല്ലോ, പറയൂ, അതിൽ കൃത്യമായി നിങ്ങൾ അത് പറയണമെന്ന് വളരെ വിനീതമായി തന്നെ ഓർക്കുകയാണ്. നിങ്ങൾ അതുമൊന്നൊന്ന് ഒഴിവായിട്ട് ഈ നുണമ്മൽ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട, മറുപടി കിട്ടിയേ പറ്റൂ. നിങ്ങളും മറുപടി പറഞ്ഞില്ലല്ലോ, തൊടാൻ ധൈര്യമില്ലല്ലോ. അടുത്ത പ്രസംഗത്തിലൊന്ന് സുന്നത്ത് മാസിക വായിക്കണേ, കൊട്ടപ്പുറം സംവാദ പുസ്തകം വായിക്കണേ, പൊന്മലയുടെ ബുക്ക് വായിക്കണേ, സുന്നി വോയിസ് വായിക്കണേ. അതിലൊക്കെ നിങ്ങളതാ അല്ലാത്തവരോടുള്ള സഹായത്തോട്ടത്തെ കുറിച്ച് പ്രാർത്ഥന എന്ന് നിങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടില്ലേ? എന്തിന് നിങ്ങൾ കള്ളം പറയണം? മാത്രമല്ല ഇനി സഹോദരന്മാരെ ഒരൊറ്റ കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതെന്താണ്? നിങ്ങളതാ കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നു മാലമൗലീദുകൾ എന്ന് പറയുന്നത് അതൊക്കെ വലിയ മഹത്വമുള്ള കാര്യമാണ്, വലിയ മഹത്വമുള്ള സംഗതിയാണ്. മഹാന്മാരുടെ മദ്ഹ് പറഞ്ഞാൽ, മാല ചൊല്ലിയാൽ റഹ്മത്തിറങ്ങും അവിടെ, ഇല്ലെങ്കിൽ ബറക്കത്ത് കുറഞ്ഞു പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്താ തെളിവ് പറഞ്ഞത്? മഹാന്മാരുടെ മൗലൂദ് ഓതിയാൽ റഹ്മത്തിറങ്ങും എന്നുള്ളതിന് നിങ്ങൾ പറഞ്ഞ തെളിവും ബഹുരസമായിരുന്നു. അതെന്താണെന്നോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി അതാ ശത്രുക്കൾ വീട് വളഞ്ഞപ്പോ ആ കൂട്ടത്തിൽ അതാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ മുഹമ്മദ് റഹിമഹുല്ലയും ഉണ്ടായിരുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടിക്കഥ മുഹമ്മദ് ബിൻ അബീ ബക്കർ പിടിക്കുകയാണ്. പിടിച്ചു കൊല്ലാൻ ഒരുങ്ങുന്ന നേരത്ത് അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഓ മുഹമ്മദ്, നിന്റെ വാപ്പ സിദ്ദീഖ് എങ്ങാനും നീ എന്റെ താടി പിടിച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പൊരുത്തപ്പെടൂല കേട്ടോ, അദ്ദേഹം വലിയ മഹാനാണ്.
മകനായിരുന്നു. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് അതാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മൗലൂദ് അങ്ങ് ഓതിയപ്പോഴേക്ക് അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനതാ മനസ്സിൽ നിന്ന് തെറ്റിദ്ധാരണ നീങ്ങിപ്പോയി, കൈ വിടുന്നു, താടിയുടെ പിടുത്തം വിടുന്നു. ഇരുദ്ധരിച്ചിട്ടാ പറയുന്നത്, എത്ര ഗതികെട്ടുപോയി നിങ്ങൾക്ക് തെളിവില്ലാതെയായോ? ഒരു മനുഷ്യൻ ഒരാളെ മറ്റൊരാൾ കൊല്ലാൻ വരുമ്പോ ആ വരുന്ന നേരത്ത് ആ മനുഷ്യനോട് ചോദിക്കാണ്, എടാ മോനെ, നീ എന്നെ കൊല്ലാൻ വരുന്നോ? നീ എന്നെ തല്ലാൻ വരുന്നോ? എടോ, നിന്റെ ബാപ്പയും ഞാനുമൊക്കെ എത്ര ബന്ധമായിരുന്നു. ആ ബാപ്പയെങ്ങാനും മോനെ നീ എന്നെ ഈ ആക്രമിക്കാൻ വരുന്നത് കണ്ടിരുന്നുവെങ്കിൽ പൊരുത്തപ്പെടുമോ മോനെ? നിന്റെ ബാപ്പ എത്ര നല്ല മനുഷ്യനായിരുന്നു എന്നാരും പറയില്ലേ? അതാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ താടിക്ക് പിടിച്ച മുഹമ്മദ് ബിൻ അബീ ബക്കർ. ആ സംഭവം ശരിയാണെങ്കിൽ തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അതാണ് പറയുന്നത്. ഇതാണ് ഇപ്പൊ മൗലൂദ് ഓതിയാൽ ബറക്കത്തിറങ്ങും എന്ന് പറയുന്നതിന് തെളിവല്ലേ? ഓ മുസ്ലിമേ, ഇത്ര അതപ്പതിച്ചു പോയോ? തെളിവിന്റെ കോലമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. നിങ്ങളോടന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ഇത്ര കാലം കൊണ്ടു നടന്നിരുന്ന മൗലൂദ് നിങ്ങൾ തള്ളിയില്ലേ? 313 വക തള്ളി, ഒരുപാട് വകകൾ നിങ്ങൾ വല്ലപ്പുഴ വെച്ച് തള്ളി. വല്ലപ്പുഴ വ്യവസ്ഥ കാണുമ്പോ വല്ലാത്തൊരു അവസ്ഥ തന്നെ. മുസ്ലിയാക്കളെ, നിങ്ങൾ ഈ പാരമ്പര്യമായി 10-90 കൊല്ലമായിട്ട് അല്ലയോ എത്രയോ കൊല്ലമായി എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മൗലീദിന്റെ ഏടുകൾ 366 വക, 333 വക, പല വക മൗലിദ് കിതാബുകൾ ഇപ്പോ നിങ്ങൾക്ക് സ്വീകാര്യമല്ല അല്ലേ? ഓ മുസ്ലിയാരെ, നിങ്ങൾ ഇവിടുന്ന് എന്താ പറഞ്ഞത്? അബ്ദുക്കൽ മിസ്കീനു യർജു. ഞങ്ങൾക്ക് മൗലിദ് ഓതി പഠിപ്പിച്ചു തന്നത് ഖുത്ബി തങ്ങളാണ്, ഇന്ന തങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് മഹാന്മാര് തുടങ്ങി തന്ന മൗലിദ് നിങ്ങൾ പറഞ്ഞില്ലേ? ആ മഹാന്മാരൊക്കെ സ്വീകരിച്ച മൗലിദ് ഇപ്പൊ നിങ്ങൾക്ക് പറ്റൂല അല്ലേ? അവർക്കൊക്കെ പരിചയമുള്ള ഏടുകൾ കിതാബുകളൊക്കെ ഇപ്പൊ നിങ്ങൾ തള്ളി. ഇപ്പൊ നിങ്ങൾക്ക് ആകെ എന്തേ സ്വീകാര്യമുള്ളൂ? 2005 മർക്കസിൽ നിന്ന് സ്വഹീഹാക്കി പ്രസിദ്ധീകരിച്ച 5 മൗലിദുകള് ഇങ്ങനെ കാണിക്കുക. ഇത് മാത്രമേ ഇപ്പൊ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ, വേറുള്ളതൊക്കെ പരിശോധിച്ചിട്ട് വേണം. ഇതിലൊക്കെ പലതും കടന്നുകൂടിയിട്ടുണ്ട്. ഇതാണ് നാദാപുരത്തിന്റെ വിജയം. കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങളെ കൊണ്ട് പലതും തള്ളിക്കും, നിങ്ങളെ കൊണ്ട് പലതും തള്ളിക്കും. എത്ര എണ്ണം നിങ്ങളെ നാദാപുരത്തിന്റെ മുമ്പിൽ തള്ളി. അതാ മൗലിദിനെ പറ്റി നിങ്ങളിപ്പോ എന്തൊരവസ്ഥയിലായിട്ടുള്ളത്? വല്ലപ്പുഴയിലെ വ്യവസ്ഥ കാരണം. നിങ്ങളെത്തിയ അവസ്ഥയൊന്ന് വിശദീകരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ പറയുന്നു, അലവി പറയുകയാണ്. വല്ലപ്പുഴ സംവാദത്തിന്റെ വ്യവസ്ഥ നിങ്ങൾ കാണുമ്പോ അറിയാം. അലവി സഖാഫി ഇപ്പൊ പറയുന്നത് എന്താണ്? സബീറയെല്ലാം സ്വീകാര്യമല്ല. പ്രിയപ്പെട്ട മുസ്ലിമേ, പാരമ്പര്യമായിട്ടെന്ന് അവകാശപ്പെട്ട് നമ്മുടെ ഉമ്മബാപ്പമാര് വീടുകളിൽ വെച്ച് അതാ ഒരു തലയണ വിരിച്ച് അതിന്മേലൊരു മുണ്ട് വിരിച്ച് ചന്ദനത്തിരിയും സാമ്പ്രാണിയും പുകച്ച് ബഹുമാനത്തോടെ ഏട് നേർത്തി വെച്ചിട്ട് ചൊല്ലേരുന്ന മൗലിദിന്റെ വക കിതാബുകളിപ്പോ സ്വീകാര്യമല്ല അല്ലേ? 2005 ഉണ്ടാക്കിയ ഒരു സഹിയാക്കി പ്രസിദ്ധീകരിച്ച മൗലിദ്, അതും മർക്കസ് സഹിയാക്കിയത്. നിങ്ങളെ മർക്കസ് ആർക്ക് വേണം? മർക്കസിനെ സ്വീകരിക്കുകയല്ലേ? മർക്കസിന് പുറത്തിറക്കിയ സാധനത്തെ ആൾക്കാർ സ്വീകരിക്കുക, എന്നിട്ട് മർക്കസിന് കൊടുക്കുന്നത് സ്വീകരിക്കുള്ളൂ. അത് 2005 മുമ്പ് ഈ ആളുകളൊക്കെ ചൊല്ലിയ മൗലിദിന്റെ സ്ഥിതി എന്താണ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഓരോന്നോരോന്ന് കാണിക്കുന്നു. ആദ്യം വരട്ടെ അലവി വന്നിട്ട് പറയാണെന്ത്? സബീനെ എല്ലാം സ്വീകാര്യമല്ല. കേട്ടോളൂ. സബീനയിലല്ലോ സെബീന എന്ന് പറയുന്നത് 66 വക, 77 വക, 101 വക, 202 വക, 222 വക, 333 വക, 444 വക, അങ്ങനെ വകകൾ 1111 വക, 2222 വക. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകളല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. CH പ്രസ്, മുജാഹിദിന്റെ CH പ്രസ്, അൽ മുർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചു വിടില്ലേ? അതൊക്കെ പോലെ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ അതിനോട് അംഗീകാരമില്ല. കണ്ടോ? മൗലവിമാരെ മുമ്പിലെത്തിയപ്പോ പറയണ ഞങ്ങൾ സ്വീകരിക്കൂല. അത് നിങ്ങളെ മുജാഹിദീങ്ങൾ അടിച്ചു വിടുന്നതാണെന്ന്. ഓ, മുജാഹിദീങ്ങൾക്ക് ഇത് അടിച്ചു വിടലല്ലേ പണി? മുജാഹിദീങ്ങൾ അടിച്ചു വിട്ടതാ നിങ്ങളെ നിസ്കാരപ്പായിലുള്ളതല്ലേ?
നിങ്ങളെ ഉമ്മാമാര് കൊണ്ടു നടക്കുന്നത് ഇതുവരെ ഓതിയതും ഓതിപ്പിച്ചതും തിന്നതും തീറ്റിച്ചതും വാങ്ങിയതും വാങ്ങിപ്പിച്ചതും അല്ലേ? മുജാഹിദ് മൗലവിമാർ ഇറക്കിയതല്ലേ? നിങ്ങൾ ഈ സമൂഹത്തെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? അപ്പൊ നിങ്ങളെ വിടാൻ പറ്റുമോ? പറ്റൂല. അബ്ദുള്ള സുല്ലമി ചോദിച്ചു, എല്ലാം സ്വീകാര്യ അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റാവുന്നത് ഏതാണെന്ന് ഇവിടെ വെച്ച് നിങ്ങൾ നിജപ്പെടുത്തണം എന്ന് മുജാഹിദ് മൗലവി ആവശ്യപ്പെടുന്നത് കേട്ടോളൂ. ഏതായിരുന്നാലും മൗലൂദ് ഒക്കോല അംഗീകരിക്കൂല, നാട്ടിൽ പലതുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് തന്നെയാണ് തർക്കത്തിന്റെ മർമ്മം. നാട്ടിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണേ, അതൊരു ആചാരമാക്കി അനുഷ്ഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൗലൂദുകളെ പറ്റിയാണ് നമ്മുടെ തർക്കം. അത് ഏതെങ്കിലും ഒരു ഏടുകൾ വെച്ചോളി, 66 വക ആയിക്കോട്ടെ, അല്ലെങ്കിൽ 33 വക ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സബീനൽ ഏട്, അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്ര ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളി. അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട്, അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല. വളയത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ചാടാനുണ്ടോ അല്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടില്ല. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് നടത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹസിക്കാനും മെനക്കെടണ്ട എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് മൗലൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിനുള്ള മുഴുവൻ പറയേണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സജീന 66 വകയാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് എണ്ണമുള്ള ഒരു മൗലൂദ് എടുക്കുക, ഒരു സജീന എടുത്തിട്ട് അതിൽ അവർ അംഗീകരിക്കാത്ത വല്ലുണ്ടെങ്കിൽ അതിന്റെ ലീസ് തന്നാൽ മതി. അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ 33 ഒരുപാട് പറഞ്ഞല്ലോ. ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏടാണെങ്കിലും നമുക്ക് അതിൽ ചർച്ച ചെയ്യാം. കണ്ടോ? അപ്പൊ സുല്ലമി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒന്നുകൊണ്ട് പോണ്ട, നിങ്ങള് അങ്ങനെ പോകാൻ മെനക്കണ്ട, നിജപ്പെടുത്തണം. 366 പറ്റൂലേ, എന്നാ 66ന്റെ അടുത്തോളി, അല്ലെങ്കിൽ 33ന്റെ അടുത്തോളി, ഏതെങ്കിലും ഒന്ന് ബേസ് ചെയ്ത് ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ മുനീർ മദനി, ഇവര് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ മുനീർ മദനി പറഞ്ഞു, ഒരു ഞാൻ ഇന്നും പിന്മാറൂട്ടോ, ഒരു അയിമ്മിയും നോക്കൂലട്ടോ എന്ന് പറയുന്നതും അലവി അതിന് പറയുന്ന മറുപടിയും കേട്ടോളി. ഞാൻ അതിനും പിന്മാറും, പിന്മാറേണ്ടത് പിന്മാറേണ്ടി ചെയ്യും. അത് ശരി. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെങ്കിലും പിന്മാറ്റിച്ചണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാല് പല 66 വക പല ജാതി 66 വക ഉണ്ട്. ഇല്ലാതെ പറയാൻ തെളിയിക്കും. കണ്ടോ? അപ്പൊ എന്താ ഈ അവസാനം അയിലും നിൽക്കണില്ല. പിന്നെ പറയുന്ന മൗലൂദ് മുഴുവൻ ശരിയല്ല, മൗലൂദ് മുഴുവൻ ശരിയല്ലാന്നാണ് ഇനിയിപ്പോ എന്ത് ആദ്യം അലവി സംവാദത്തിൽ പറഞ്ഞത്. സംവാദമൊക്കെ കഴിഞ്ഞപ്പോ ഉണ്ടായ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ സംവാദത്തിൽ നടന്നൊരു സംഗതി, സംവാദമൊക്കെ കഴിഞ്ഞപ്പോ എല്ലായിടത്തും ഇത് ഫ്ലാഷായി. ഫ്ലാഷ് ആയപ്പോ നമ്മളെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, വരുത് മൗലൂദൊക്കെ തള്ളിയിരിക്കണ പലതും പാകര 5 എണ്ണം കൊണ്ട് വന്നിക്കാണ് മർക്കസിൽ നിന്ന് ഇറക്കിയത്, വേറുള്ളതൊന്നും പറ്റൂല, പരിശോധിച്ചിട്ട് വേണമെന്നാ പറയണത് എന്ന് നമ്മൾ പറഞ്ഞപ്പോ മുഴുവൻ ശരിയല്ലാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഒരുത്തം നടന്നു പറയാ. ഞങ്ങൾ അങ്ങനെ മുഴുവൻ ശരിയല്ലാന്ന് പറഞ്ഞിട്ടില്ല, 5 എണ്ണം അപ്പ ചർച്ച, ബാക്കിയുള്ളത് പിന്നെ ചർച്ച ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ മുഴുവൻ ശരിയല്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഒരുത്തൻ. അപ്പൊ അലവി അവിടെ പറഞ്ഞത് എന്താണ്? എല്ലാം സ്വീകരിക്കൂല, രണ്ടും തമ്മിൽ രണ്ടാളും കൂടി പരസ്പരമുള്ള വൈരുദ്ധ്യം പറിച്ചില്ല, രണ്ടും ഒന്നൊപ്പം അങ്ങനെ കേട്ടോളി. നിങ്ങൾ നല്ല രസല്ലേ? സബീനയിലുള്ള മൗലൂദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യാ, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാ, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട്. അത് മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു സബീനയിലുള്ള മൗലൂദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യാ, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാ, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട്. അത് മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു. കണ്ടോ ജനങ്ങളെ, എന്ത് ദയനീയ വിളിയാ വിളിക്കണ. ജനങ്ങളെ വിശ്വസിച്ചു പോകരുതേ. പുറത്തിറങ്ങിയപ്പോ അവര് തമ്മിൽ ഫൈറ്റായി. ഒരുത്തം വരെ നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരുത്തം വരെ വിശ്വസിച്ചു പോകരുതേ. എന്താ ഇപ്പൊ അവസ്ഥ? വല്ലപ്പുഴ വെച്ചിട്ട് അലവി പറയുന്നുണ്ട്, അലവി സഖാഫി പറയുന്നുണ്ട്, വഹാബികൾ കടത്തി കൂട്ടിയിട്ടുണ്ട് ജാല മുഹമ്മദ് മൗലിദിലെ 12,000. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ 12,000ന്റെ സനത്. അതിനുള്ള ഒരു മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല, അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നുണകൾ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട്
ഐക്യവേദിക്കാർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കൊടുത്തു, ഇതിലേത് മൗലിദൊക്കെയാണ് അംഗീകരിക്കുക? ഞാൻ പറഞ്ഞു പലതിനും കളവുണ്ട്, കളവ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരപ്പോൾ ഒരു കളവതിലുണ്ട്, ഒരു അബദ്ധത്തിലുണ്ട്, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് അതാണ്. കണ്ടോ, ബദർ ദിവസം 11,000 ആളുകൾ കുഫാറുകൾ ഒളിച്ചോടിയെന്ന ബദർ ദിവസം ആകെ 1000 ആളാണുള്ളത്. അത് 11,000 ഇവർ കടത്തി കൂട്ടിയതാണ്. ഇതിങ്ങനെ ഒരു കണ്ടോ ഇപ്പൊ എന്താ അലവി പറഞ്ഞത്? 12,000 കുഫാറുകൾ പിന്തിരിഞ്ഞോടി എന്നുള്ളത് മുജാഹിദീങ്ങൾ കടത്തിക്കൂട്ടിയതാണ് ജാല മുഹമ്മദ് മൗലിദില്, അല്ലേ? പച്ച നോണല്ലേ ആ പറയുന്നത്? ഈ നാദാപുരത്തുകാരോട് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതനല്ലേ സദഖത്തുള്ള മുസ്ലിയാര്? പേരോട് ഇവിടെ പരമ്പര എണ്ണിയപ്പോ ഉസ്താദുമാരെ പരമ്പരയില് സദഖത്തുള്ള മുസ്ലിയാർ എണ്ണിയിട്ടില്ലേ? ആ സദഖത്തുള്ള എന്താണ് മുസ്ലിയാർ എന്താ പറഞ്ഞതെന്ന് അലവിക്ക് അറിയില്ല. അലവി അല്ലെങ്കിൽ മൂടി വെക്കുന്നു. അലവി പഠിച്ചോ? അലവിയോട് പറയാ നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ പരമ്പര എണ്ണിയാ പോരാ, ഉസ്താദുമാരെ വാദം എന്താന്ന് കൂടി പഠിക്കണം. എന്താ സദഖത്തുള്ള മുസ്ലിയാരി മൗലിദിലെ ഈ കഥയെ പറ്റി പറഞ്ഞത് കേട്ടോളൂ. ചോദ്യം: ബദർ ദിനത്തിൽ 12,000 കാഫിറുകൾ ഓടിപ്പോയി എന്ന് ജഅല മുഹമ്മദ് മൗലിദിൽ കാണുന്നു. ബദറിൽ 1000 കാഫിറുകളല്ലേ പങ്കെടുത്തിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് 12,000 പേര് ഓടുന്നത്? സദഖത്തുള്ള മുസ്ലിയാരോട് ഫത്വ ചോദിച്ചതാണ്. ഉത്തരം കൊടുക്കുന്നത് കേട്ടോളൂ. സദഖത്തുള്ള മുസ്ലിയാർ പറയാണ്, അലവിയും കേട്ടോ, നാദാപുരത്തുകാരും കേട്ടോളൂ. അലവി ഇപ്പൊ കളം മാറി ചവിട്ടിയതാണ്. പണ്ട് ഇവരുടെ വിശ്വാസം ഇങ്ങനെയാണോ? സദഖത്തുള്ള മുസ്ലിയാർ പറയട്ടെ ഉത്തരം. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മക്ക കാഫിറുകൾ 1000 പേരാണ്. കൂടാതെ പിശാചുക്കൾ ബദർ രണാങ്കണത്തിൽ കാഫിരീങ്ങളുടെ പക്ഷത്ത് സന്നിഹിതരായിരുന്നു എന്നും മുസ്ലിങ്ങളെ സഹായിക്കാൻ മലക്കുകൾ അവതരിച്ചപ്പോൾ പിശാചുക്കൾ ഓടിപ്പോയി എന്നുമുള്ള സംഭവം ചരിത്ര പ്രസിദ്ധമാണല്ലോ. അതിനാൽ 12,000 കാഫിറുകൾ ബദർ ദിനം ഓടിപ്പോയി എന്ന് ജഅല മുഹമ്മദ് മൗലിദിൽ പറഞ്ഞത് പിശാചുക്കളെയും കൂട്ടിയായിരിക്കാം. അഥവാ 1000-ഓളം മനുഷ്യ കാഫിറുകളും 11,000-ൽ പരം പിശാചുക്കളും, ആകെ 12,000. കണക്ക് പഠിച്ചോ അലവി? സ്കൂളിൽ പോയിട്ടില്ല അല്ലേ? പഠിക്ക്. സദഖത്തുള്ള മുസ്ലിയാര് ഞങ്ങളുടെ ഉസ്താദാണെന്ന് ഞെളിഞ്ഞാ പോരാ. അദ്ദേഹം പറഞ്ഞത് സമ്പൂർണ്ണ ഫതാവ എന്ന് പറയുന്ന ഈ പുസ്തകം നാദാപുരത്തുള്ള ശ്രോതാക്കൾക്ക് അറിയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഈ പുസ്തകത്തിൽ നിന്നാ വായിച്ചത്. സദഖത്തുള്ള മുസ്ലിയാര് സത്യമാണെന്ന് സ്ഥാപിച്ച കാര്യത്തെ പറ്റി അലവി പറയുകയാണ്, വഹാബികള് കടത്തിക്കൂട്ടിയതാണ്, സ്വീകാര്യമല്ല. പറയോ സദഖത്തുള്ള മുസ്ലിയാര് വഹാബികൾക്ക് കൂട്ടുനിന്ന വഹാബിച്ചാരനാണോ? മറുപടി പറയേണ്ടത് അലവി തന്നെ. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, അലവി സഖാഫി ചിന്തിച്ചോ? സദഖത്തുള്ള മുസ്ലിയാര് മാത്രമല്ല, നിങ്ങളുടെ നെല്ലിക്കുത്ത് ഉസ്താദ്, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരും പറയുന്നത് കേട്ടോളൂ. അദ്ദേഹത്തോടും ചോദിക്കുകയാണ്. ജഅല മുഹമ്മദ് മൗലിദിൽ പറയുന്നത് ബദർ ദിനത്തിൽ 12,000 കാഫിറുകൾ ഓടിപ്പോയിട്ടുണ്ടെന്നാണ്. ബദറിൽ ആകെ പങ്കെടുത്തത് 1000-ഓളം കാഫിറുകളാണല്ലോ, പിന്നെങ്ങനെയാണ് 12,000 കാഫിറുകൾ ഓടിപ്പോകുന്നത്? നെല്ലിക്കുത്ത് മുസ്ലിയാർ ഉത്തരം കൊടുക്കുന്നു. ജഅല മുഹമ്മദിന്റെ ആദ്യത്തെ കോപ്പിയിൽ 1000 എന്ന് തന്നെയാണുള്ളത്. അങ്ങനെ 1000 ഒരു കോപ്പിയിലുണ്ട്. എന്നാ 12,000 കളവാണോ? അല്ല. ഇനി 12,000 ഉണ്ടെങ്കിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മക്ക കാഫിറുകൾ 1000 ആണെങ്കിലും അവരെ കൂടാതെ അവരെ പിന്താങ്ങുന്ന ധാരാളം പിശാചുക്കളുണ്ടല്ലോ, അവരെല്ലാം തന്നെ പിന്തിരിയുകയുണ്ടായി. ഇങ്ങനെ എല്ലാ ഈ ഭാഗത്തെയും ഉൾപ്പെടുത്തിയാണ് ജഅല മുഹമ്മദിൽ പറഞ്ഞത് എന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പറയുന്നു. അലവി, നെല്ലിക്കുത്തിനെ ഓർമ്മയുണ്ടോ? ഇസ്മായിൽ മുസ്ലിയാരെ ഓർമ്മയുണ്ടോ? വഹാബിച്ചാരനാണോ? ജീവിച്ചിരിക്കുന്ന ഉസ്താദിനോട് ചോദിക്കോ, നിങ്ങൾ എന്താ എഴുതി വിട്ടതെന്ന്. വല്ലപ്പുഴയിൽ നിങ്ങൾ അതാ ഞങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലായി പോയി, നിങ്ങളെന്തേ ഇങ്ങനെ പറഞ്ഞതെന്ന് ഉസ്താദിനോടൊന്ന് ചോദിക്കൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എന്നോ മാത്രല്ല സിദ്ദീഖ് മൗലിദ് കേൾക്കുമ്പോഴേക്ക് എന്നെ ഞെട്ടല.
സിദ്ദീഖ് മൗലിദ് കേൾക്കുമ്പോഴേക്കന്നെ ഞെട്ടും. മാത്രമല്ല നിങ്ങൾ നോക്കൂ, സിദ്ദീഖ് മൗലിദിൽ ഒരു കഥ പറയുന്നില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു പെണ്ണ് അവൾ വന്ന് പണ്ട് പറഞ്ഞ ഒരു സ്വപ്നം, എൻ്റെ ഭർത്താവ് വിദേശത്താണ്, യാത്രയിലാണ്, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. ആ സ്വപ്നത്തെ പറ്റി നബി പറയുന്നു, നിന്റെ ഭർത്താവ് മടങ്ങി വരൂല. വിഷമത്തോടെ ആ പെണ്ണ് പുറത്തിറങ്ങുന്നു. വഴിക്ക് വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. സംഭവം പറയുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വിഷമിക്കണ്ട, നിന്റെ ഭർത്താവ് ഇന്ന് രാത്രി തന്നെ തിരിച്ചെത്തുന്നതാണ്. നബി പറഞ്ഞതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടും രണ്ട്. ഈ സ്ത്രീയാകെ മാനസികമായ വിഷമത്തിലായി. അവരിങ്ങനെ ചിന്തിച്ച് അവസാനം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് പോയിട്ട് പറയുന്നു, നബിയേ, ഇങ്ങനെയാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് അങ്ങനെയുമാണല്ലോ. അങ്ങനെ ചിന്തിച്ചപ്പോൾ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് നബിയെ, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് സത്യം. പക്ഷേ സിദ്ദീഖ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് സിദ്ദീഖിന്റെ നാവിലൂടെ കളവ് പറയുന്നതിൽ അള്ളാഹ്ക്ക് ലജ്ജണ്ട്. ഇതാ സിദ്ദീഖ് മൗലിദിലുള്ളത്. ഇത് ന്യായീകരിച്ച് ഒപ്പിക്കുകയാണ് ഒരു ചങ്ങായി, ഒരു സഖാഫി. അത് ന്യായീകരിക്കണം. എന്താ അത് എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ തപ്പി നിന്നിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. പറഞ്ഞു എന്താണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ, സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് വിശദീകരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. മൂപ്പരെ ന്യായീകരിക്കണം. അതിന് തകരാറൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നു. അതേ അവസരത്തിൽ ഇവിടെ ഉസ്താദ് പേരോട് നാദാപുരത്തിന്റെ മണ്ണിൽ ആ സിദ്ദീഖ് മൗലൂദിലെ കഥ നിഷ്കരുണം തള്ളുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്നിട്ട് ഈ സ്ത്രീ ഈ വിഷയം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിനെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. അപ്പൊ ജിബ്രീൽ പറഞ്ഞു പോലും എന്ത്, അത് സിദ്ദീഖുൽ അക്ബറിന്റെ നാവുമ്മല് കള്ളത്തരം വരുന്നത് അള്ളാഹ് രചിച്ചു. അപ്പൊ നബി എന്റെ നാവുമ്മല് കളവ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ധ്വനിപ്പിക്കുന്ന വാചകം ഇതും ഒരു നിലക്കും സഹീഹായി വരാൻ സാധ്യതയുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും കടത്തിക്കൂട്ടിയ കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ തോന്നിവാസം പറയേണ്ടതില്ല എന്ന് വ്യക്തമായി തന്നെ പറയുകയാണ്. നിങ്ങൾക്ക് സലീമിന്റെ മറുപടിയാണ്, മറ്റേത് വേറെ മറുപടിയാണ് എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനാവില്ല. അഹ്സനിമാരെ, സഖാഫിമാരെ, നിങ്ങൾ രണ്ടും രണ്ട് തട്ടിൽ തന്നെയാണ്. ന്യായീകരിക്കുന്നു ശിഷ്യൻ, തള്ളുന്നു ഉസ്താദ്. അതാ ഉസ്താദിന്റെ ഉസ്താദ് പിന്നെയും ന്യായീകരിക്കുന്നു. അതേ സംഭവത്തെ സംബന്ധിച്ച് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരദാ സിദ്ദീഖ് മൗലൂദിനെ ന്യായീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിദ്ദീഖ് മൗലൂദിലെ ആ കഥയും നെല്ലിക്കുത്ത് ന്യായീകരിച്ചിട്ടുണ്ട്. നെല്ലിക്കുത്തിന്റെ ശിഷ്യൻ അതിനെ തള്ളുന്നുണ്ട്, ശിഷ്യന്റെ ശിഷ്യൻ ന്യായീകരിക്കുന്നുമുണ്ട്. ഒറ്റ കഥമല്ല അതൊക്കെ. അവസാനം മർക്കസ് എന്ന് ശരിയാക്കിയ സഹിയാക്കിയ 5 എണ്ണമല്ലേ പറ്റൂ എന്ന് പറഞ്ഞില്ലേ? ചോദിക്കട്ടെ, നിങ്ങളുടെ പരമ്പരയിലുള്ള വലിയ വലിയ ഹോജമാര് അവരുടെ പത്രങ്ങളിൽ പോലും പരസ്യം മുമ്പ് കാലത്ത് കൊടുത്തതല്ലേ? നിങ്ങളുടെ മൗലിദ് കിതാബിന്റെ പരസ്യം. ആ മൗലിദ് കിതാബിൽ സിദ്ദീഖ് മൗലിദ് ഉണ്ടായിരുന്നില്ലേ? അതിൽ ജാല മുഹമ്മദ് ഉണ്ടായിരുന്നില്ലേ? അതിൽ നിങ്ങൾ ഇന്ന് തള്ളിയ കഥകളൊക്കെ ഉണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ളത് കള്ളക്കഥയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ.
എന്നാൽ നിങ്ങളുടെ ഉസ്താദ് അത് ശരിയാണെന്നാണല്ലോ സമർത്ഥിച്ചത്, നിങ്ങളുടെ ശിഷ്യനും അത് ശരിയാണെന്നാണല്ലോ സമർത്ഥിച്ചത്, സദഖത്തുള്ള മുസ്ലിയാരും ആ നിലക്കുള്ള കാര്യങ്ങളാണല്ലോ ജഅല മുഹമ്മദ് മൗലിദിനെ സംബന്ധിച്ചു പറഞ്ഞിടത്ത് പറഞ്ഞത്. അതാ ബദറിൽ നിന്ന് അതാ 1000-ഓളം കുഫാറുകൾ പിന്തിരിഞ്ഞോടി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളവിടെ 12,000 കുഫാറുകൾ പിന്തിരിഞ്ഞോടി എന്ന് പറഞ്ഞപ്പോ 11,000 പിശാചുക്കളായിരുന്നു എന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചല്ലോ. അത്ര കറക്റ്റായിട്ട് ബദറിൽ 1000 കഴിച്ച് ബാക്കി 11,000 പിശാചുക്കളായിരുന്നു എന്ന് ഏത് പിശാചാ വഹി തന്നത്? ആരാ നിങ്ങൾക്ക് ഈ കൃത്യമായ കണക്ക് തന്നത്? നിങ്ങൾ മറുപടി പറയണേ. അലവി വല്ലപ്പുഴയിൽ വെച്ച് അലവി സഖാഫി വല്ലപ്പുഴയിൽ വെച്ച് തള്ളിയ ജഅല മുഹമ്മദ് മൗലീദ് അതാ സദഖത്തുള്ള മുസ്ലിയാർ ആ കഥ അംഗീകരിച്ചിട്ടില്ലേ? നെല്ലിക്കുത്ത് മുസ്ലിയാർ അംഗീകരിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് തള്ളിക്കളയാൻ സാധ്യമാണോ? മറുപടി ഒന്ന് പറയണേ, മറുപടി നിങ്ങൾ ഉദ്ധരിക്കണേ. ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോ. ഇതാണിപ്പോ ഇവരുടെ തെളിവിന്റെ കോലം. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് അതാ ജൂദായിസവും നസറാനിസവും പ്രചരിപ്പിച്ചുകൊണ്ട് അതാ ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് കിതാബിലുള്ള ഇബാറത്തുകൾ പോലും അവനവന്റെ താല്പര്യത്തിന് വേണ്ടി കട്ടുമൂടി വെച്ചുകൊണ്ട് അതാ ലാത്തേ, മഹാനായ ലാത്തേ എന്നവരെ വിളിച്ചു തേടുന്നതിന് കുഴപ്പമില്ലെന്ന് ദുർവ്യാഖ്യാനിച്ചൊപ്പിക്കുന്ന ഓ പുരോഹിതന്മാരെ, അതുപോലെ അൽഫോൻസമ്മയുടെ മദ്ഹ് എഴുതുകയും പാവറട്ടി പള്ളിയിലേക്ക് അതാ ചർച്ചിലേക്ക് പോകാനുള്ള ആഹ്വാനം എന്ന നിലക്ക് തന്നെ മനസ്സിലാക്കപ്പെടാവുന്ന നിലക്ക് നിങ്ങൾ പരസ്യം കൊടുത്ത് കാശ് വാങ്ങിയില്ലേ? ഈ സമുദായത്തെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അല്ല പോരെ മുസ്ലിമേ, അല്ല പോരെ മുസ്ലിമേ, പ്രാർത്ഥിക്കപ്പെടാനായിട്ട് ആരാധിക്കപ്പെടാനായിട്ട് റബ്ബ് പോരെ. നമ്മുടെ നേതാവ് എന്താ പറഞ്ഞത്? നേതാവിനെ കൊണ്ടെന്താ റബ്ബ് പറയിപ്പിച്ചത്? സൂറത്തുൽ ജിന്നിൽ കേട്ടിട്ടില്ലേ? ഖുൽ ഇന്നമാ ദുഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഓ നബിയേ പറയൂ, ഇന്നമാ ദുഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. അവനിൽ ഒന്നിനെയും ഞാൻ പങ്കുചേർക്കൂല, ഒരാളെയും ഞാൻ പങ്കുചേർക്കൂല. ഈ ആദർശം മുസ്ലിമേ ജനങ്ങളെ പഠിപ്പിക്കാനാണ് മുജാഹിദുകൾ ഈ ദഅവത്ത് കേരളത്തിലും അല്ല രാജ്യത്തുടനീളവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മുസ്ലിമേ, ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും നമുക്ക് സംസാരിക്കുവാനുണ്ട്. നാം നിയമം പാലിക്കണമല്ലോ. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നാളെ നമുക്ക് വളരെ നേരത്തെ തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ തുടങ്ങണം. അതുകൊണ്ടതാ കൃത്യം 6:30 തന്നെ, ഇനി അതിന്റെ മുമ്പ് സാധ്യമാകുമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിച്ചേർന്നാൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയും വിശദീകരിക്കുവാനുണ്ട്. സർവശക്തനായ റബ്ബേ, നിന്റെ ദീന് പറയാനാണ് അല്ലാഹുവേ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിന്റെ ദീനിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട്, ഇമാമിങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട്, സ്വഹാബത്തിന്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട്, അതാ അംബിയാഇന്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട്, റസൂലുള്ളാഹിയുടെ പേരിലും കള്ളം പറഞ്ഞുകൊണ്ട്, അതാ ലാത്തയെ വിളിക്കാമെന്നിടത്തേക്ക് വരെ എത്തിച്ചേർത്ത ഈ സമുദായത്തിന്റെ പ്രബോധകരായ ചില ആളുകളുടെ പ്രവർത്തനം കാണുമ്പോൾ റബ്ബേ, ഞങ്ങൾക്കിത് പറയാതിരിക്കാനാവില്ലല്ലോ. നീ സഹായിക്കണേ റബ്ബേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥാ, ദുആ ചെയ്യണേ. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ നമുക്ക് കാണാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സർവദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന മഹത്തുക്കളുടെ കൂടെ സ്വർഗലോകത്ത് എത്തിച്ചേരാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, അതുപോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥാ. നീ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. മരണം വരെ
അവസാന ശ്വാസം നിലക്കുവോളും നിന്റെ ദീന് പറയാൻ ആരോഗ്യം തരണേ റബ്ബേ, ഇൽമ് തരണേ നാഥാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.